പറഞ്ഞു വന്നത്, ഒരു ഇമാമാണ് ആ പ്രാർത്ഥന നിർവഹിക്കുന്നതെങ്കിൽ ആ ഇമാമിന്റെ ശബ്ദം കേൾക്കുന്ന മൗമൂമിങ്ങൾ ബോധത്തോടുകൂടി ആമീൻ പറഞ്ഞാൽ അവര് മുഴുവനും പ്രാർത്ഥിച്ചതുപോലെയാണ്. അവർക്കെല്ലാവർക്കും ആ പ്രാർത്ഥിച്ച പ്രതിഫലമാണ്, ആ പ്രാർത്ഥിച്ച പുണ്യമാണ്. ഞാൻ അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മളെപ്പോഴും ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോൾ, സാദാത്തുക്കള് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ആവേശത്തോടുകൂടി നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ആമീൻ പറഞ്ഞ് ശീലിക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ശീലിക്കണം. രണ്ട് കൈകൾ രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം. ഒരു കൈ മറ്റേ കൈയിന്റെ മേൽ വെക്കലല്ല, ഒരു കൈ മറ്റേ കൈയിന്റെ മേൽ വെച്ച് മടിത്തട്ടിൽ വെക്കലല്ല, അത് രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം. ആകെ ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത്, ഈ രണ്ട് കൈകളും ചേർത്തി പിടിക്കുകയാണോ വേണ്ടത്, അല്ല രണ്ട് കൈകൾ ഇങ്ങനെ വിടർത്തി പിടിക്കുകയാണോ വേണ്ടത്? ഇതാണ് മഹാനായ ഇബ്നു ഹജർ തങ്ങളും ഇമാം മുഹമ്മദുർ റംലി തങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഖുനൂത്ത് ഓതുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണമെങ്കിൽ രണ്ട് കൈകൾ വിടർത്തി പിടിക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങളാ. അതേ സമയത്ത് അവിടെ രണ്ട് കൈകളും ഉയർത്തിയിട്ട് ഖിബലക്ക് ആകാശത്തിന് നേരെയാണ് ഉയർത്തേണ്ടത്. ലിഅന്നഹാ ഖിബലത്തുദ് ദുആ, ആകാശമാണ് ദുആഇന്റെ ഖിബല. അതുകൊണ്ട് രണ്ട് കൈകൾ മേലോട്ട് ഉയർത്തി പിടിക്കുകയാണ് വേണ്ടത് എന്നല്ലേ ഇമാമിങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ പ്രാർത്ഥന ഒരു പ്രഹസനമാവാൻ പാടുണ്ടോ? അങ്ങനത്തെ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ആളുകൾക്ക് പ്രാർത്ഥനയോട് തീരെ താല്പര്യമില്ലാത്ത സമയത്ത് ആർക്കാനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ ഇമാമി എന്തിന് ദുആ ചെയ്യണം? ഖതീബ് എന്തിന് ദുആ ചെയ്യണം? ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്, നിക്കാഹൊക്കെ നടക്കുമ്പോൾ ഏറ്റവും പുണ്യപ്പെട്ടൊരു കാര്യമല്ലേ നടക്കുന്നത്? ആ നിക്കാഹിന്റെ വേളയിൽ സ്വാലിഹീങ്ങളെ ഒരുമിച്ച് കൂട്ടൽ പ്രത്യേകം സുന്നത്താണ്. അതേ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തൽ പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെ ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടൽ സുന്നത്താണ്. കാരണം ഈ ഭാര്യ ഭർത്താക്കന്മാര് ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും തമ്മിൽ കൂട്ടിയിണക്കുക. ഈ എത്ര വലിയ കാര്യമാണ് ആ നിക്കാഹ് എന്ന കലിമത്തിൽ കൂടി നടക്കുന്നത് എന്നറിയോ? സാധാരണക്കാരി ചിന്തിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരാള് വന്നിട്ട്, ആരോഗ്യവാനായ ഒരാള് വന്നിട്ട് നിനക്കെതിരെ ഒരു കത്തി ചൂണ്ടി അല്ലെങ്കിൽ തോക്ക് ചൂണ്ടിയിട്ട് ഈ സമയത്ത് നീ കഥാ കള്ളു കുടിച്ചു കൊള്ളണം, കള്ളു കുടിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെടിയുതിർത്ത് കൊല്ലുമെന്നോ അല്ലെങ്കിൽ നിന്നെ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുമെന്നോ പറഞ്ഞാൽ ആ ഭീഷണിപ്പെടുത്തുന്നവന് അവൻ ഭീഷണിപ്പെടുത്തിയ കാര്യം അത് നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിനക്ക് കള്ളു കുടിക്കാവുന്നതാണ്, നീ മരിക്കേണ്ടതില്ല. അതേ നിസ്കരിക്കാൻ നിന്നാ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല, നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാവുന്നതാണ്. കാരണം ജീവനെ പേടിച്ചിട്ടാണല്ലോ. ഇങ്ങനെ ഏത് കാര്യം തന്നെ നിർബന്ധിച്ചാലും ആ നിർബന്ധിച്ച ആൾക്കത് നടപ്പാക്കാൻ കഴിയുമെന്ന് കണ്ടാൽ നീ മരിക്കേണ്ടതില്ല, നിന്റെ ശരീരം നശിപ്പിക്കേണ്ടതില്ല, അവന് വേണ്ടി അങ്ങ് വഴങ്ങിക്കൊടുത്താൽ മതി. അതേ സമയത്തൊരു സ്ത്രീയാണെങ്കിലോ ഒരു പുരുഷൻ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയുകയാണോ, അതേ തോക്ക് ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ കത്തി ചൂണ്ടിയിട്ടോ ഞാനും നീയുമായിട്ട് ഇപ്പൊ വ്യഭിചരിക്കണം, വ്യഭിചാരത്തിന് വേണ്ടി നീ എനിക്ക് നിന്റെ ശരീരത്തെ ഈ സമയത്ത് വഴിപ്പെടുത്തി തരണം, വഴിപ്പെടുത്തി തന്നില്ലെങ്കിൽ നിന്നെ ഇപ്പൊ കൊല്ലുന്നതാ, വെടിയുതിർക്കുന്ന
കൊല്ലുന്നതോ, നിന്റെ ജീവൻ അപായപ്പെടുത്തുന്നതോ എന്നൊരു പുരുഷൻ നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഇസ്ലാമിന്റെ നിയമം എന്താണെന്നറിയോ? നീ മരിക്കാൻ തയ്യാറാവുക. അവന് വഴിപ്പെട്ടുകൂടാ, അനുസരിച്ചുകൂടാ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബലാത്സംഗത്തിന് വഴങ്ങിക്കൊടുത്തുകൂടാ, തോന്നിവാസത്തിന് വഴങ്ങിക്കൊടുത്തുകൂടാ. അത്രയ്ക്കും ഗൗരവമാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്ര വലിയ ഗൗരവമാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുക എന്നത്. മരിച്ചോ. എന്നാൽ അത്രയും വലിയ നിഷിദ്ധമായ ഒരു കാര്യം ഈ രണ്ട് കലിമത്ത് കൊണ്ട് ഹലാലാവാൻ പോവുകയാണ്. ഈ ഒരു കലിമത്തിന്റെ അർത്ഥം എത്രയാ? എന്താ കലിമത്തിന്റെ അർത്ഥം? അല്ലാഹു പറഞ്ഞു വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ അഖദ്തും ബിഅമാനത്തില്ലാ. കണ്ടോ, അത്ര വലിയ ചടങ്ങാണ് ഈ നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങ്. അത് മധുര 17കാരിയാകുമ്പോഴല്ല, നല്ല ശരീരത്തിന് നല്ല വടിപ്പും നല്ല സൗന്ദര്യവും ഉള്ള സമയത്ത് മാത്രമല്ല, 90-100 വയസ്സ് പ്രായമുള്ള ശരീരം കവിളൊക്കെ ഒട്ടിച്ചുളഞ്ഞ വയോവൃദ്ധയായിരിക്കുമ്പോഴും ഈ ഭാര്യയും ഭർത്താവും സ്നേഹത്തിലും ഐക്യത്തിലും വളരെ താല്പര്യത്തോടുകൂടി ജീവിക്കണം. ഇതൊരു ഏടാകൂടമായി മാറരുത്, ഇതൊരു പ്രശ്നമായി തീരരുത്, ഇതൊരു ശല്യമായി തീരരുത്. ഇതിന്റെ പേരിൽ പാവപ്പെട്ട പെണ്ണൊരിക്കലും കണ്ണുനീർ കുടിക്കരുത്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട ഭർത്താവിന്റെ ജീവിതം ഓമിക്കപ്പെടരുത്. അതിനൊക്കെയാണ് സയ്യിദന്മാര്, ആലിമീങ്ങള്, സാലിഹീങ്ങള് ദുആ ചെയ്യുകയാ. ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത്? ഈ പടത്തിൽ ഇരിക്കുന്ന നിക്കാഹിനിക്ക് വിധേയനായ ഭർത്താവിന് വേണ്ടിയാ, മകളെ കെട്ടിക്കുന്ന രക്ഷിതാവിന് വേണ്ടിയാ. അതെ, എത്രയെത്ര പാവപ്പെട്ട ഉപ്പമാര് കഷ്ടപ്പെടുന്നുണ്ട് മക്കളെ ദുരിതങ്ങൾ കേട്ടിട്ട്. എത്രയെത്ര പുരുഷന്മാര് പെണ്ണുങ്ങളെ ദുസ്വഭാവം കൊണ്ട് ജീവിതം നശിക്കുന്നുണ്ട്, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നും സംഭവിപ്പിക്കല്ല. ഈ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ നീ കാരുണ്യമിട്ട് കൊടുക്കണം, നീ സ്നേഹമിട്ട് കൊടുക്കണം. ഒരു ഉപ്പാക്ക് മകളോടുള്ള സ്നേഹം പോലെയല്ല, ഒരു മകന്റെ ഉമ്മയോടുള്ള സ്നേഹം പോലെയല്ല. അതിനേക്കാളൊക്കെ സ്നേഹവും കാരുണ്യവും ഉണ്ടാവേണ്ടത് ഭാര്യ ഭർത്താക്കൾ തമ്മിലാ. അതിനുള്ള പ്രാർത്ഥനയാ. ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് കെട്ടുന്ന ഭർത്താവാ, കെട്ടിച്ചു കൊടുക്കുന്ന വലിയ. അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദുആ ചെയ്യുന്നത് എന്തിനാ? ഖതീബ് ദുആരിക്കുന്നത് എന്തിനാ? സയ്യിദ് ദുആ ചെയ്യുന്നത് എന്തിനാ? ചില ആളുകൾക്കൊന്നും വേണ്ട, പോലും ഇങ്ങനെ ഇരിക്കലാണ്. നമ്മളിങ്ങനെ ഇത് വായിക്കുക. എന്തിനാ അത് വായിക്കണേ? അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. ഈ കെട്ടുന്ന പുതിയ പിള്ളക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ഓങ്ങനെയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. ഓനക്ക് ക്യാമറക്ക് പോസ് ചെയ്യണ, ഫോട്ടോ പോസ് ചെയ്യാൻ ഒറ്റ പരിപാടിയേ ഉള്ളൂ. അതാ കാര്യമായിട്ട് പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, അത് പ്രഹസനമാണ് ആ പ്രാർത്ഥന. ഓ, പിന്നെ ഖത്തീബിനെ വിരിച്ചിടാൻ തന്നെ മതി, പിന്നെ ഖത്തീബിനെ വിരിച്ചിടാൻ വേറെ മാണാ അല്ലേ? നിക്കാഹ് ചെയ്തിട്ട് വേരുന്നില്ല. വേറെന്താ പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമില്ല. നിക്കാഹ് ചെയ്തിട്ട് ആൾ വേരുന്നില്ല. എന്നാ ദ്വാരിക്കുമ്പോൾ ഓൽക്കാന്നും വേണ്ട. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ദ്വാരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി നിൽക്കുക. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ.
അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സാന്ദർഭികമായി പറഞ്ഞു പോയതാ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. ഞാൻ ദ്വാരക്കുമ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞെന്നല്ല പറഞ്ഞു. ഏത് സയ്യിദുമാർ ദ്വാരക്കുമ്പോഴും ഏത് ഉസ്താദുമാർ ദ്വാരക്കുമ്പോഴും നമ്മൾ താല്പര്യത്തോടു കൂടി ആമീൻ